PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും mySchool എന്ന ഈ ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും നോട്ടിഫിക്കേഷൻ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഡോക്ടർ പൽപു. തിരുവനന്തപുരം പേട്ട എന്ന സ്ഥലത്ത് 1863 നവംബർ 2-ാം തീയതി ഭഗവതി പത്മനാഭൻ മാതാ പെരുമാൾ ദമ്പതികൾക്ക് ജനിച്ച മകനാണ് കുട്ടിയപ്പി എന്ന ബാല്യകാല നാമത്തോടു കൂടിയ ഡോക്ടർ പൽപു. പത്മനാഭൻ പൽപു എന്നതാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. നെടുങ്കോട്ട് കുടുംബം എന്നതാണ് ഇദ്ദേഹത്തിന്റെ തറവാട്ടുപേര്. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായ പേട്ടയിൽ രാമൻപിള്ള ആശാൻ തന്നെയാണ് ഡോക്ടർ പൽപുവിന്റെയും ആദ്യകാല ഗുരു. ഈഴവ സമുദായത്തിൽ നിന്നും ഡോക്ടറാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ പൽപു. 1882 മൈസൂരിൽ വച്ചാണ് സ്വാമി വിവേകാനന്ദനെ പൽപു ആദ്യമായി കണ്ടുമുട്ടുന്നത്. സ്വാമി വിവേകാനന്ദൻ പൽപുവിനോട് ജനങ്ങളെ ആത്മീയവൽക്കരിക്കാൻ ഉപദേശിക്കുകയുണ്ടായി. ഈഴവരുടെ രാഷ്ട്രീയ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ പൽപുവിനെ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നാണ് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത്. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. 1896 ഇദ്ദേഹം തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിക്കുന്നത്. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അഥവാ മഹാ ഈഴവ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനും ഡോക്ടർ പൽപുവാണ്. ബറോഡയിൽ സാനിറ്ററി ഉപദേഷ്ടാവായി നിയമിതനായ ഇദ്ദേഹം മൈസൂറിലെ ജയിലിൽ സൂപ്രണ്ടായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുക്കുകയും മലബാർ പ്രദേശം വ്യവസായവൽക്കരിക്കുന്നതിനായി മലബാർ ഇക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിക്കുകയും ഉണ്ടായി. ഈഴവനായതിന്റെ പേരിൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ ജോലി നിഷേധിക്കപ്പെട്ട ഇദ്ദേഹം തനിക്കും തന്റെ സമുദായത്തിനും നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ ലേഖനം എഴുതുകയുണ്ടായി. ഈ ലേഖനത്തിന്റെ പേരാണ് തിരുവിതാംകോട്ടൈ തീയൻ. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകത്തിന്റെ കർത്താവാണ് ഡോക്ടർ പൽപു. ഈ പുസ്തകത്തെ തീയന്മാരോടുള്ള പെരുമാറ്റം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി CV കുഞ്ഞിരാമൻ. ഡോക്ടർ പൽപുവിന്റെ മകനായ നടരാജ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു. ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. LMS അഥവാ ലൈസൻസ് ഇൻ മെഡിക്കൽ സർവീസ് എന്ന പരീക്ഷ പാസ്സാവുകയും അതിനെ തുടർന്ന് മദ്രാസിലെ വസൂരി പ്രതിരോധ വാക്സിൻ സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഡോക്ടർ പൽപു. 1950 ജനുവരി 25-ാം തീയതിയാണ് ഡോക്ടർ പൽപു മരണത്തിന് കീഴടങ്ങുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുന്നതോടൊപ്പം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.